ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മസാല. കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. 2 ക്ലോവ്, ഒരു സിനമൺ സ്റ്റിക്ക്, 1 ടീസ്പൂൺ ക്യൂമിൻ, 2 മീഡിയം സൈസ് ഉള്ളി. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അത് ഉള്ളി നമുക്കിനി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. രണ്ട് മുതൽ 3 പച്ചമുളക് ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ്. 2 മീഡിയം സൈസ് ടൊമാറ്റോ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. ഈ പേസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ടൊമാറ്റോ പ്യൂരി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വഴറ്റി എടുക്കണം. ടൊമാറ്റോയുടെ പച്ചച്ചൊവയൊക്കെ മാറി എണ്ണ തെളിയുന്ന വരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ടൊമാറ്റോന്ന് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞ് 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്യുക. നമ്മുടെ മസാല നന്നായിട്ട് സോട്ടായി കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ ഓഫ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ കസൂരി മെത്തിയാണ്. നന്നായിട്ട് ഞെരടിയിട്ട് ആഡ് ചെയ്യാത്. നമ്മുടെ മസാല നന്നായിട്ട് സോട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു 1 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്യാം. നമുക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് കാഷ്യൂനട്ട് പേസ്റ്റാണ്. അതിനു വേണ്ടി ഒരു 10 കാഷ്യൂനട്ട് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. കുതിർന്നതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്ത പേസ്റ്റാണ്. ഗ്രേവി തിളച്ചതിന് ശേഷം ക്യൂബായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പനീർ പീസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. $100 ഗ്രാംസ് പനീറായിരുന്നു ഞാൻ എടുത്ത് വെച്ചത്. അത് ഫുൾ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റേജിൽ ഉപ്പും കൂടി ഒന്ന് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത് നമുക്ക് ചൂട് ചപ്പാത്തി, ബ്രെഡ്, തന്തൂരി റൊട്ടി, നാനിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്കിവിടെ കണ്ടാൽ അറിയാം, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഈ ഗ്രേവി എടുത്തേക്കുന്നത്.